കെടാവിളക്ക് OBC പ്രീ മെട്രിക് പദ്ധതി grantz ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി എന്താണ് കെടാവിളക്ക് പദ്ധതി എന്നും ആരൊക്കെയാണ് അർഹതയുള്ളവരെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് മാത്രമേ ഓൺലൈൻ അപേക്ഷ നൽകാവൂ. തെറ്റായതോ കളവായതോ ആയ വിവരം മൂലം അനർഹർക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കാനിടയായാൽ DDO അഥവാ HM വ്യക്തിപരമായി ഉത്തരവാദിത്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട പദ്ധതിയാണ് കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി. OEC, OBCH, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം, ലാറ്റിൻ കാതോലിക്, ക്രിസ്ത്യൻ, നാടാർ തുടങ്ങിയ OBC വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയില്ല. 90% അതിനു മുകളിലും മാർക്ക് നേടിയ കുട്ടികൾക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് 2.5 ലക്ഷം രൂപയിൽ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. വരുമാന സർട്ടിഫിക്കറ്റ്, മാർക്ക് എന്നിവയുടെ വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. grantz സൈറ്റിൽ അർഹതയുള്ള ജാതികളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അവ ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ച് അത്തരം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ പദ്ധതിക്ക് അപേക്ഷ നൽകാവൂ. സംശയം തോന്നുന്ന പക്ഷം ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാവുന്നതാണ്. ആധാർ സീഡ് ചെയ്ത അക്കൗണ്ടും വരുമാന സർട്ടിഫിക്കറ്റും TCO പ്രമോഷനോ മുഖേന നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ അവരുടെ കഴിഞ്ഞ ആനുവൽ എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റോ HM സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് സർട്ടിഫിക്കറ്റോ സഹിതം പൂരിപ്പിച്ച അപേക്ഷ 2023 നവംബർ 15-നകം നമുക്ക് സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം അപേക്ഷകൾ സ്കോളർഷിപ്പിന് പരിഗണിക്കാവുന്നതാണ്. ഇവ പരിശോധിച്ച് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് OBC ഡയറക്ടറേറ്റിലേക്ക് പോകുന്നുണ്ടാവും. അവിടെ നിന്നും മാർക്കിന്റെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അർഹതയുള്ള കുട്ടികൾക്ക് മുൻഗണനാ ക്രമം നോക്കി സ്കോളർഷിപ്പ് അനുവദിക്കുകയും അത് അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. grantz എന്ന സെർച്ച് എഞ്ചിൻ വിൻഡോയിൽ അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന grantz 3.0 എന്നത് ക്ലിക്ക് ചെയ്ത് grantz-ന്റെ ഹോം പേജ് എടുക്കുക. തുടർന്ന് മുകൾ റിബണിലുള്ള ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേഡും നൽകി grantz സൈറ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായി ആവശ്യപ്പെടും. സ്കൂളിന്റെ വിവരങ്ങളും പ്രഥമാധ്യാപകന്റെ വിവരങ്ങളും നോഡൽ ഓഫീസറുടെ വിവരങ്ങളുമാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നോഡൽ ഓഫീസറായി മറ്റൊരു ടീച്ചറിനെ നൽകാനില്ല എങ്കിൽ HM-നെ തന്നെ നോഡൽ ഓഫീസറായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്ന grantz BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന മെനു ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ പച്ച നിറത്തിലുള്ള വിവിധ സബ് മെനുകൾ കാണുന്നുണ്ടാവും. അത് ആഡ് ന്യൂ സ്റ്റുഡന്റ്, എഡിറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, സ്റ്റുഡന്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ, പ്രൊമോട്ട് സ്റ്റുഡൻസ്, registered students, apply for scholarship, OBC pre-metric bank update, PFMS failed, forwarded application, update students mark and income എന്നിവയാണ്. ആഡ് സ്റ്റുഡൻസ് എന്നതിൽ പുതുതായി സ്കൂളിൽ വന്ന കുട്ടികളെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. എഡിറ്റ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്നത് കുട്ടികളുടെ ക്ലാസും മറ്റു കാര്യങ്ങളും എഡിറ്റ് ചെയ്തിടണമെന്നുണ്ട് എങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ലിങ്കാണ്. സ്റ്റുഡന്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ എന്നുള്ളത് നമ്മുടെ സ്കൂളിലേക്ക് TC വന്നിട്ടുള്ള കുട്ടികളെ നമുക്ക് ആ ലിങ്കിൽ കൂടെ വേണം ആഡ് ചെയ്യുന്നതിന്. പ്രൊമോട്ട് സ്റ്റുഡൻസ് എന്ന ഓപ്ഷൻ കുട്ടികളെ ഉയർന്ന ക്ലാസുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്നുള്ളത് സ്കോളർഷിപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ വിവരങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ളത് കുട്ടിയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് ഉപയോഗിച്ച് വേണം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ. PFMS ഫെയിൽഡ് ആയി കിടക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ അതറിയുന്നതിന് ഉപയോഗിക്കുന്ന ലിങ്കാണ് OBC പ്രീമെട്രിക് ബാങ്ക് അപ്ഡേറ്റ് എന്നുള്ളത്. ഫോർവേഡഡ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ട് എങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിദ്യാർത്ഥിയുടെ മാർക്ക്, ഇൻകം എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ലിങ്കാണ് ഏറ്റവും അവസാനമായി കാണുന്ന അപ്ഡേറ്റ് സ്റ്റുഡൻസ് മാർക്ക് ആൻഡ് ഇൻകം എന്നത്. സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനായി സെറ്റിംഗ്സ് എന്ന മെനു തുറന്ന് ആഡ് കോഴ്സ് എന്ന സബ് മെനു എടുക്കുക. അവിടെ കോഴ്സ് ആഡ് ചെയ്തത് കിടപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ കോഴ്സ് വിവരങ്ങൾ നൽകി ആഡ് ചെയ്യുക. കോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതായ കാര്യം കുട്ടികളെ ക്ലാസ് പ്രൊമോഷൻ നടത്തുക എന്നുള്ളതാണ്.
ഇടയ്ക്ക് ഒരു ഉത്തരവ് ഇതിനായി വന്നിരുന്നു. എന്നാൽ OBC പ്രീ മെട്രിക് നിർത്തിയിരുന്നതിനാൽ പലരും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ആയതിനാൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിൽ ആയിരിക്കുകയില്ല ഈ ഗ്രാൻസിൽ കുട്ടി കിടക്കുന്നത്. ഇവരെ ആദ്യം പ്രൊമോഷൻ നൽകുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്ലാസ് എഡിറ്റ് ചെയ്ത് നൽകാൻ കഴിയുന്നതായിരിക്കും. പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന മെയിൻ മെനു തുറന്ന് പ്രൊമോട്ട് സ്റ്റുഡൻസ് ഓപ്ഷൻ എടുത്ത് കാറ്റഗറിയും ക്ലാസും സെലക്ട് ചെയ്ത് ഡീഫോൾട്ടായിട്ട് അവിടെ കുട്ടികളുടെ പേര് വരുന്നതിന്റെ ഇടതുവശത്ത് ഒരു ടിക്ക് ചിഹ്നം കിടക്കുന്നുണ്ടാവും. ഇതെല്ലാവരെയും പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ് എങ്കിൽ അതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ അതിലൊരു TC പോയ കുട്ടിയുണ്ട്, അവനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അവിടെ ആ ഇടതുവശത്തെ ടിക്ക് ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് അതിനെ അൺസെലക്ട് ചെയ്തതിന് ശേഷം പ്രൊമോഷൻ നൽകാൻ യോഗ്യരായിട്ടുള്ളവരെ മാത്രം ആ ടിക്ക് ഓപ്ഷൻ കിടക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അതിന്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന പ്രൊമോട്ട് സ്റ്റുഡന്റ് ഓപ്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ കുട്ടിയെ സ്കൂളിലെ യഥാർത്ഥ ക്ലാസ്സിലേക്ക് ഈ ഗ്രാൻസിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ക്ലാസ് എഡിറ്റ് ചെയ്ത് ഇടണം. മറ്റെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിലും പ്രൊമോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എഡിറ്റിംഗ് കഴിയുകയുള്ളൂ. അതിനായി BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന മെയിൻ മെനു തുറന്ന് എഡിറ്റ് സ്റ്റുഡന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രൊമോട്ട് ചെയ്ത ക്ലാസ് സെലക്ട് ചെയ്ത് ആവശ്യമായ എഡിറ്റിംഗ് വരുത്തി അതിന് താഴെയുള്ള അപ്ഡേറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയെ ശരിയായ ക്ലാസ്സിൽ എത്തിക്കുക. ഇനി പുതിയ ഒരു കുട്ടിയെ കെടാവിളക്ക് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇടതുവശത്ത് കാണുന്ന ഈ ഗ്രാൻസ് BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നത് തുറന്ന് ആഡ് സ്റ്റുഡന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ കുട്ടിയുടെ പേര് ആധാറിൽ എപ്രകാരമാണോ ഉള്ളത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക. വലിയക്ഷരമാണ് എങ്കിൽ വലിയക്ഷരത്തിലും ചെറിയക്ഷരമാണ് എങ്കിൽ ചെറിയക്ഷരത്തിലും ആധാറിൽ എപ്രകാരമാണോ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ആധാർ നമ്പറും നൽകുക. അതിന് താഴെ കാണുന്ന വാലിഡേറ്റ് ആധാർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാലിഡേഷൻ സക്സസ്ഫുൾ ആയെങ്കിൽ അഡ്മിഷൻ നമ്പർ ചോദിക്കും. അവിടെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നൽകി ഗെറ്റ് ഡീറ്റെയിൽസ് ഫ്രം സമ്പൂർണ്ണ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുട്ടിയുടെ വിവരങ്ങൾ എല്ലാം തന്നെ അവിടെ കടന്നു വരുന്നുണ്ടാവും. അതിൽ സ്റ്റാർ ചിഹ്നമുള്ള വിവരങ്ങൾ എല്ലാം സെലക്ട് ചെയ്യുകയോ ഫില്ല് ചെയ്യുകയോ ചെയ്യണം. 3-ലധികം ഓപ്ഷനുകൾ അവിടെ നമുക്ക് പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ആവശ്യമായിട്ടുള്ളവ സെലക്ട് ചെയ്യുകയോ ഫില്ല് ചെയ്യുകയോ ചെയ്യണം. മറ്റൊന്ന് അഡ്രസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. പേരന്റിന്റെ ഡീറ്റെയിൽസ് ജാതി ഉൾപ്പെടെയുള്ളവ കൊടുക്കണം. ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കും വരുമാന സർട്ടിഫിക്കറ്റിന്റെ വിവരങ്ങളും അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കുട്ടിയെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനായി ഈ ഗ്രാൻസ് BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന മെനു തുറന്ന് അപ്ഡേറ്റ് സ്റ്റുഡൻസ് മാർക്ക് ആൻഡ് ഇൻകം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ അക്കാദമിക വർഷത്തിലെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ് പിടിച്ചിട്ടിട്ട് കാറ്റഗറി OBC എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ്സിലെ OBC രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് കാണുന്നുണ്ടാവും. ഇടതുവശത്ത് ടിക്ക് ബോക്സ് ചെക്ക് ചെയ്യാനും അൺചെക്ക് ചെയ്യാനും കഴിയും. ഡീഫോൾട്ടായി ടിക്ക് മാർക്ക് ഉണ്ട്. ഒഴിവാക്കേണ്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് മാറ്റണം. ടിക്ക് മാർക്ക് നൽകിയ കുട്ടികളുടെ നേരെ വലതുവശത്ത് പെർസെന്റേജ് ഓഫ് മാർക്ക് നൽകാനുള്ള കോളമുണ്ട്. അവിടെ മാർക്ക് നൽകുക. 90% താഴെയാണ് എങ്കിൽ കുട്ടിയെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരും. ആപ്ലിക്കേഷൻ 10 വർഷം വരെ സൂക്ഷിച്ചു വെക്കേണ്ടതും ഓഡിറ്റിന് വിധേയമാക്കേണ്ടതുമായതിനാൽ തെറ്റായ പെർസെന്റേജ് നൽകാനും പാടില്ല. മാർക്ക് നൽകിയതിനു ശേഷം സേവ് മാർക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. വീണ്ടും അപ്ഡേറ്റ് സ്റ്റുഡൻസ് മാർക്ക് ആൻഡ് ഇൻകം എന്നതിൽ പോയി ക്ലിക്ക് ചെയ്ത് പഴയതുപോലെ കോഴ്സും കാറ്റഗറിയും സെലക്ട് ചെയ്തതിനു ശേഷം മാർക്ക് എൻ്റർ ചെയ്യുന്ന ഓപ്ഷന് താഴെയായി എൻറ്റേർഡ് മാർക്സ് എന്ന മെനുവിൽ ആഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ നമ്പറും സെക്യൂരിറ്റി കോഡും നൽകി വാലിഡേറ്റ് ചെയ്യുക.
കുട്ടിയുടെ ഇൻകം അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. എഡിറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ കൂടെയും ഇൻകം മാറ്റിയിടാൻ നമുക്ക് കഴിയും. എന്നിരുന്നാലും സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ ഇപ്രകാരം നടത്തിയാൽ മാത്രമേ കുട്ടിയെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനായി ഇ ഗ്രാൻസ് BC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നത് തുറന്ന് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക. സ്കീം കെടാവിളക്ക് എന്നത് പിടിച്ചിട്ട് കുട്ടിയുടെ ക്ലാസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് കടന്നു വരുന്നുണ്ടാവും. അതിൽ ഇടതുവശത്ത് ടിക്ക് മാർക്ക് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. ഒഴിവാക്കേണ്ട കുട്ടികൾ ഉണ്ട് എങ്കിൽ ടിക്ക് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. അപേക്ഷിക്കേണ്ട കുട്ടികൾക്ക് ടിക്ക് മാർക്ക് നൽകി അതിന് താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ടിക്ക് മാർക്ക് വീണതിന് ശേഷം അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാണുന്ന പോപ്പപ്പ് മെസ്സേജിൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അപേക്ഷ ഡയറക്ടറേറ്റിലേക്ക് വെരിഫിക്കേഷൻ ആവശ്യത്തിന് പോയിട്ടുണ്ടാവും. ഫോർവേഡ് ആപ്ലിക്കേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. അവിടെയുള്ള പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ PDF ആയി കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാനും കഴിയും.